കേരളത്തിലെ തന്നെ അപൂർവ ബലരാമ ക്ഷേത്രവും മഹാക്ഷേത്രവുമായ മഴൂർ ധർമ്മിക്കുളങ്ങര ശ്രീ ബാലഭദ്രസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് വ്യാഴാഴ്ച സമാപനമാകും. ഭാഗവത വചസ്പതി വാജവാദ്യാൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് ഭാഗവത ആചാര്യൻ. ഭക്തിയും ആനന്ദവും നിറയുന്നതായിരുന്നു ഓരോ ദിനവും. ഞാൻ പറയണതൊരു യോജിപ്പുണ്ടോ? എല്ലാവർക്കും വേണമെന്ന് തോന്നുന്നുണ്ടോ? നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ടാകാൻ വേണ്ടി മഴൂരപ്പനോട് എല്ലാവരെയും മഴൂരപ്പൻ്റെ മുഖം മനസ്സിൽ നന്നായിട്ട് ഓർമ്മിച്ച് എല്ലാവരും ഭഗവാനെ ഈ സപ്താഹയജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു സൽക്കർമ്മം ഏറ്റെടുക്കുകയാണ്. അങ്ങയുടെ തിരുനടയിൽ എല്ലാവർക്കും ഏറ്റവും ഭംഗിയായിട്ട് സന്തോഷിക്കാൻ പറ്റുന്ന രീതിയിൽ മെയ് മാസത്തിനുള്ളിലായിട്ട് മെയ് മാസം അവസാനത്തിനുള്ളിലായിട്ട് ഞങ്ങൾ കരിങ്കല്ല്. കഴിഞ്ഞ ദിവസം നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിലും ചടങ്ങുകളിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കാളികളായി. ക്ഷേത്ര ശ്രീകോവിലിന് ചുറ്റും കരിങ്കല്ല് പതിക്കുന്നതിനായിട്ടുള്ള പ്രവൃത്തിയിൽ യജ്ഞവേദിയിൽ വെച്ച് സ്വമേധയാ പങ്കാളികളായി നിരവധി ഭക്തജനങ്ങളാണ് മുന്നോട്ട് വന്നത്. ആയിരങ്ങൾ ഒഴുകിയെത്തിയ സപ്താഹ യജ്ഞം മാർച്ച് 6-നാണ് സമാപിക്കുക. മാർച്ച് 6-ന് ഉത്സവ ദിനത്തിൽ രാത്രി മഴൂരപ്പൻ അനുജനായ തൃച്ചംബരത്തപ്പനോടൊപ്പം 14 ദിവസത്തെ കേളികൾ ആടുവാൻ മഴൂരിൽ നിന്നും എഴുന്നള്ളും. അതോടെ തൃച്ചംബരം ഉത്സവത്തിന് തുടക്കമാവും. മാർച്ച് 6-ന് ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി കനലാട്ടം സ്റ്റേജ് ഷോയും നടക്കും. സമഗ്ര ന്യൂസ് കണ്ണൂർ.